സമയം കളഞ്ഞിട്ടാണെങ്കിലും നിങ്ങളുടെ ഒരു കൂടിച്ചേരലിന് കൂട്ടായ ചർച്ചകൾക്ക് ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഓരോ ദിവസവും ലോകം നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് യു വാണ്ട് ടു റിമെയിൻ ഇൻ ദ പ്രസന്റ് സ്റ്റേറ്റ് യു ഷുഡ് കീപ്പ് ഓൺ റണ്ണിങ് എന്ന് പറയും. കാരണം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒപ്പം അത്രയും നമ്മൾ എന്ത് ചെയ്യണം? ഓടിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ശ്വാസം പിടിച്ചിരിക്കല്ലേ. ഈ പഴയ കാലത്ത് ഞാനും ഈ ടോമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന പോലത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊന്നും അല്ല. ഇവിടെയാണ് പിള്ളേരൊക്കെ പേടിച്ച്, അന്നൊക്കെ വേറെ തൊടുപുഴ ഒരു സ്കൂളേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇപ്പോൾ അന്ന് പിള്ളേരെല്ലാം പേടിച്ച് ഇങ്ങനെ. അപ്പോൾ നമ്മൾ അതൊന്നും കണക്കിലെടുക്കുക, സ്വതന്ത്രമായിട്ട് സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള സമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ് അല്ലേ? എല്ലാവരും കൈ ഒന്ന് സ്വതന്ത്രമാക്കിയിരുന്ന് എഴുന്നേറ്റിരിക്കുക. നമ്മളത് പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നില്ല. അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ആറ്റമിക് ഹാബിറ്റ്സ്. ജെയിംസ് ക്ലിയർ എഴുതിയൊരു പുസ്തകമാണ്. നിങ്ങൾ ഒരു ദിവസം 1% വീതം ഇംപ്രൂവ് ചെയ്താൽ, അഭിവൃദ്ധിപ്പെട്ടാൽ, ഒരു വർഷം നമ്മൾ എന്തുമാത്രം അഭിവൃദ്ധിപ്പെടും? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കിടക്ക് കൂട്ടിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം നമ്മൾ 1% വീതം മെച്ചപ്പെടും എല്ലാ രംഗത്തും. അങ്ങനെയെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ, 365 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്തുമാത്രം അഭിവൃദ്ധിപ്പെടും? 365 എന്ന് പറഞ്ഞാൽ 100 ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം 101 മൂന്നാമത്തെ ദിവസം 100ന്റെ 1% അല്ല, 101ന്റെ 1%. അടുത്ത അങ്ങനെ വരുമ്പോൾ 37.8 ഇരട്ടി നമ്മൾ മെച്ചപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തന മേഖല ഏതാണെങ്കിലും നമുക്ക് ഒരുപാട് മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ, സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയേ ഉള്ളൂ എന്ന് തീരുമാനിച്ചാൽ വരുന്ന പ്രശ്നം എന്താ? നിങ്ങളൊരു പ്രസ് നടത്തുന്നു, ഈ പ്രസ് ഇതുപോലെ പോയാൽ മതി എന്ന് തീരുമാനിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? അങ്ങനെ തന്നെ പോവല്ല, പുറകോട്ട് പോകും. കാരണം ബാക്കിയുള്ള എല്ലാവരും മുന്നോട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ ആ നിൽക്കുന്നിടത്ത് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഓരോ ദിവസവും കൂടുതൽ കാര്യക്ഷമമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഭിവൃദ്ധിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിന്ന് ലീഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ആണ്. നേതൃത്വത്തിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള നിർവചനങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. എന്താ നേതൃത്വം എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പല രീതിയിലുള്ള നിർവചനങ്ങളുണ്ട്. അമേരിക്കയുടെ 6ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോൺ ക്വിൻസി ആദംസ് പറഞ്ഞിരിക്കുന്ന ഒരു നിർവചനമുണ്ട്. ഇഫ് യുവർ ആക്ഷൻസ് ഇൻസ്പയർ അതേഴ്സ് ടു ഡ്രീം മോർ, ടു ലേൺ മോർ, ടു ഡു മോർ ആൻഡ് ടു ബിക്കം മോർ, ദെൻ യു ആർ എ ലീഡർ. അപ്പോൾ നമ്മൾ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുക, കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക, കൂടുതൽ നല്ല നിലയിൽ എത്താനായിട്ട് പ്രേരിപ്പിക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ നമ്മളൊരു ലീഡറാണ്. അപ്പോൾ നമ്മൾ ഒരു രീതിയില്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ലീഡർഷിപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിർവചനം എന്ന് പറയുന്നത് ജോൺ ക്വിൻസ് ബ്രിയാൻ ട്രസി നൽകിയ ഒരു നിർവചനമാണ്. എന്താണെന്ന് വെച്ചാൽ, എബിലിറ്റി ടു അച്ചീവ് ലീഡർഷിപ്പ് വിത്ത് ദി എബിലിറ്റി ടു അച്ചീവ് എക്സ്ട്രാ ഓർഡിനറി ഔട്ട്പുട്ട് ഫ്രം ഓർഡിനറി പീപ്പിൾ. സാധാരണ ആളുകളിൽ നിന്ന് അസാധാരണമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നതിനുള്ള കഴിവിനാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേതാവിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള, എല്ലാവരും നേതാവാകുന്നില്ല, നേതാവാകുന്ന ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ, കാര്യങ്ങളൊക്കെ. ഒന്നാമത്, നമ്മൾ വിശ്വാസ്യത നേടിയെടുക്കാനായിട്ട് സാധിക്കണം അല്ലേ? സഹപ്രവർത്തകരുടെ വിശ്വാസ്യത നേടിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. നിങ്ങൾ എത്ര പേരുണ്ട്? 2 ഗ്രൂപ്പായിട്ട്. ആസ് ഡിഫിക്കൽട്ട് ആസ് ടു ലവ് ആൻഡ് ടു ബി വൈസ്. നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു സർക്കാരിന് ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എന്തൊരു തുല്യാന്നറിയാവോ? പ്രേമിക്കാൻ പോകുന്ന ഒരാൾക്ക് സുബോധം ഉണ്ടാകുന്ന പോലെ എന്ന് പറയും. ഒരു യുവാവ് യുവതിയും നമ്മൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. അവർ തമ്മിലുള്ള സംസാരം എങ്ങനെയായിരിക്കും? ഭയങ്കര സ്നേഹമായിരിക്കില്ലേ അല്ലേ? ഇനി ആ സമയത്ത് നമ്മുടെ പ്രതിശ്രുത വരെ പറയുവാണ്,
ഞാനൊരു 6 മാസം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ പ്രതികരണം എന്തായിരിക്കും? ഒന്നും പറയില്ല. ഞാൻ അങ്ങനെ ഉള്ള ഒരാളെയായിരുന്നു അന്വേഷിച്ചതെന്ന് തന്നെ അന്നേരം പറയും. അത് പക്ഷേ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ ചോദിക്കും, നിങ്ങൾ എവിടെ പോയ കാര്യമായിരുന്നു അന്ന് പറഞ്ഞതെന്ന് ചിലപ്പോൾ അന്നേരം ചോദിക്കും. അപ്പം ആദ്യം ചോദിക്കാത്ത എന്താ? ഒരു കാരണമുള്ളൂ, ആ സ്നേഹം എന്ന് പറയുന്ന ആ വികാരത്തിൽ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാതിരിക്കണമെങ്കിൽ 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1, സ്വയം അവബോധം. നമ്മൾ ഏത് മാനസികാവസ്ഥയിലാണെന്നുള്ളത് നമുക്കറിയാമായിരിക്കും. നമ്മൾ നല്ല ദേഷ്യത്തിലാണെങ്കിൽ നമ്മൾ ആരെയും കാണാൻ പോകരുത്. ശരിയാണോ? ഇനി രണ്ടാമത്തെ സെൽഫ് മാനേജ്മെൻറ്റ്. ദേഷ്യം വരിക എന്ന് പറയുന്ന ആരുടെയും കുറ്റമല്ല, സങ്കടം വരിക എന്ന് പറയുന്ന ആരുടെയും കുറ്റമല്ല. പക്ഷേ എന്ത് ചെയ്യണം? നമ്മളത് മാനേജ് ചെയ്യണം. ഒരിക്കൽ എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ശത്രു മരിച്ച് കിടക്കുന്നതിന് മുമ്പിൽ ഒരു റീത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത, ഈ മരിച്ചു കിടക്കുന്ന അയാൾക്ക് ജീവനുണ്ട്, അയാൾ ഒരു ഒറ്റ തൊഴിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റീത്ത് ഇതിലൂടെ പോകുന്നതാണ് ഇയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ചിരി അടക്കാൻ പറ്റി. പിന്നെ അടുത്ത മാർഗം എന്താ? വളരെ സ്ഥലം വിടുക എന്നുള്ളതാണ്. ചിലർ പറയില്ലേ, ഞാൻ അങ്ങോട്ട് പോയാൽ ഇപ്പം ശരിയാവില്ല എന്ന്. വളരെ സമാധാനമായിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അറിയാൻ എന്ത് ചെയ്യണം? പോകാതിരിക്കുക. അതാണ് സെൽഫ് മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ. നമുക്ക് ജീവിതത്തിൽ അതിശക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരിക്കുക. നമ്മുടെ മനസ്സിനെ തളർത്തുന്ന ഏതൊരു സമയത്തും നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നൽകുന്നത് അതിശക്തമായ ലക്ഷ്യത്തിലൂടെയാണ്. അതുപോലെ എമ്പതി എന്ന സഹാനുഭൂതി. മറ്റുള്ളവരോട് സഹാനുഭൂതിയോട് പെരുമാറുക, പ്രവർത്തിക്കുക നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ സോഷ്യൽ സ്കിൽ. സമൂഹത്തിൻ്റെ സ്പന്ദനമറിഞ്ഞ് പെരുമാറുക, പ്രവർത്തിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് വൈകാരിക പക്വതയുള്ളവരായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ലീഡർഷിപ്പിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് 3 മണിക്ക് പോകാമെന്നുള്ള രീതി